ഹായ് മക്കളെ, മെയ് 10 ആദ്യ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്തതിന് മെയ് 15 ബാച്ചിലേക്കാണ്. മെയ് 10 അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്ക് മെയ് 10 മുതൽ 15 വരെയുള്ള ഡേറ്റുകളിൽ ക്യാമ്പസുകളിലേക്ക് എത്താവുന്നതാണ്. നിങ്ങൾക്ക് ഓരോ ഡേറ്റും നിങ്ങൾക്ക് പ്രിഫേർഡ് ഡേറ്റ് ഉണ്ടാകും. കാര്യം ഹോസ്റ്റലിൽ വരാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടൈമും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള സമയമൊക്കെ ഉണ്ടാകും. 15 മുമ്പായിട്ട് എത്താം. അപ്പോൾ നമ്മൾ ആദ്യമേ ഐസ് ബ്രേക്കിംഗ് സെഷൻസും ഈ പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ് ബേസിക്സ് ആണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ ബേസിക്സ് നന്നായി പഠിക്കണം. കാര്യം ഈ ഒരു ലെവൽ ഓഫ് എക്സാമിനെ നമ്മൾ കൃത്യമായി അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ ബേസ് തൊട്ട് തന്നെ പഠിച്ച് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഡിഫിക്കൽട്ടി ഒക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ ബേസിക്സ് കഴിഞ്ഞിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പം മെയ് 10 ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്തു. നമ്മൾ പറഞ്ഞു 2000 സീറ്റ്സ് ആണ്, അത് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന മെയ് 15 മെയ് 15 ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നത്, അതായത് സെക്കൻഡ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് മെയ് 20 മുമ്പായിട്ട് തന്നെ ക്യാമ്പസിലേക്ക് എത്താവുന്നതാണ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് 10 മുതൽ തന്നെ കുട്ടികൾ വരുന്നുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അവരെല്ലാവരും എത്താൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം വരുമ്പം കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും വിളിച്ച കൗൺസിലേഴ്സ്, അപ്പം അഡ്മിഷൻ കൗൺസിലേഴ്സ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങളുമായിട്ട് വരിക. അപ്പം നിങ്ങൾ ഓൾറെഡി അറിയാം, ഈ വർഷം നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു DPP 1 ഉണ്ടാകും. അത് നമ്മുടെ നീറ്റ് JEE മെയിൻ ലെവലാണ്. കൂടാണ്ട് നമ്മൾ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വേണ്ടിയിട്ട് DPP 2 നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, ഇത്തവണ നീറ്റിന് വേണ്ടി നമ്മൾ തരികയാണ്. അപ്പം അതും കൃത്യമായി നമ്മൾ എന്ത് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം എക്സാം ടഫായി, അതിനനുസരിച്ച് ഒരു 100 മാർക്സ് കുറവാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. 650 കിട്ടണമെങ്കിൽ ഇത്തവണ 550 530 കിട്ടും. അപ്പം അങ്ങനെ എക്സാം ഡിഫിക്കൽട്ട് ആകുമ്പോൾ കട്ട് ഓഫ് ഇതായും. അപ്പം നമ്മൾ ഇത്തവണ അപ്പോൾ പക്ഷേ എന്താ ചെയ്യേണ്ടത്, ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമിലും ഏറ്റവും ബെസ്റ്റായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി, ടോപ്പ് സ്കോറിലേക്ക് എത്താൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് വരിക. ഇനി ആരൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, പാഷനേറ്റ് ആയിട്ടുള്ള, അതായത് എല്ലാ ദിവസവും ഉള്ള അന്നന്ന് തീർത്ത് പഠിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ. റിവിഷന് മുമ്പ് തന്നെ, അതായത് 6 മാസം കൊണ്ട് നമ്മൾ സിലബസ് തീർക്കും. ആ സിലബസ് തീർക്കുമ്പോൾ തന്നെ മാക്സിമം കാര്യങ്ങൾ പഠിച്ച് ബാക്ക്ലോഗ് ഒന്നും ഇല്ലാതെ പോയി റിവിഷൻ കൃത്യമായി മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് പ്രീമോക്കൊക്കെ എത്തുമ്പോൾ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഹയർ ലെവൽ വരെ പഠിച്ച് മുമ്പോട്ട് പോകുന്നവർ ആണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ളൊരു പാഷനേറ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നവരാണ് വരേണ്ടത്. പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഹോസ്റ്റലിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യും. അപ്പം അതിനും തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കണം. അതായത് സോഷ്യൽ മീഡിയ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം 2 വീക്സ് യൂസ് ചെയ്യാതിരുന്നാലും നമ്മുടെ ബ്രെയിൻ ഏജ് എന്ത് ചെയ്യും, കുറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റി കൂടും, നമ്മൾ കുറച്ചും കൂടെ മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ഷാർപ്പാകും. അങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ കട്ട് ചെയ്ത് ബെറ്ററായിട്ട് പാഷനേറ്റ് ആയിട്ട് അത് ക്രാക്ക് ചെയ്യാമെന്നുള്ള ആഗ്രഹമുള്ള അത് ഡ്രീം ചെയ്തിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും സൈലത്തിലേക്ക് വരാം. അപ്പോൾ മെയ് 10 ആദ്യ ബാച്ച് നാളെ മുതൽ എത്തി തുടങ്ങും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. മെയ് 15 ബാച്ച് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം.